MVD ഡ്രൈവറായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ. ഉന്നസിന്റെ ബസ്സിന്റെ പുറത്തോട്ട് അതിഥി വന്നിരിക്കുന്നു. ഇതാണ് കേസ് വൈബ്. ഡ്രൈവർ വണ്ടി ഓട്ടിക്കുന്നു, മറ്റേ ക്യാബിൽ കിടന്നുറങ്ങുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഡാൻസ്. ഇൻസ്റ്റയിലാണെങ്കിൽ ഏത് കാറ്റഗറി നോക്കിയാലും ഡാൻസ് ഡാൻസ് ഡാൻസ്. അപ്പോൾ വെച്ചാൽ മതി ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ മൊത്തം പല തരത്തിലുള്ള നൃത്യങ്ങൾ കണ്ടാലും. അപ്പോൾ വെച്ചാൽ മതി എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിന്റെ ഒരു കണ്ണുകടി എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ വെച്ചാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സെക്കൻഡറി ചാനൽ തുടങ്ങാൻ പോകുന്ന ഗെയിമിംഗ് ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരുപാട് പേര് പറഞ്ഞത് നമ്മുടെ ബേസ് ഗെയിം കളിക്കാനാണ്. യൂറോ ട്രക്ക് സിമുലേറ്ററിൽ നമ്മുടെ ബസ് മോഡ്, പലതരത്തിലുള്ള ടൂറിസ്റ്റ് ബസ്സുകളും വല്ലാത്ത കസറ്റ് ബസ്സുകളും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു മോഡൊക്കെ ചെയ്ത് ഗെയിം കളിക്കാനാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സെക്കൻഡറി ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഉടനെ തന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനൽ, സെക്കൻഡറി ഗെയിമിംഗ് ചാനൽ വരുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ചാനൽ ഇതിനു മുമ്പിട്ട 2 വീഡിയോയും പാർഷ്യലി ബ്ലോക്ക്ഡ് ആയിരുന്നു. അതായത് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളതുകൊണ്ട് ഏതൊക്കെ രാജ്യത്ത് ബ്ലോക്ക് ഇടുന്നത്. അപ്പോൾ ചാനൽ ഏത് നിമിഷം അടിച്ചു പോകാമെന്നുള്ളൊരു ഭയമുള്ളതുകൊണ്ട് സെക്കൻഡറി ചാനൽ തുടങ്ങിയിടുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ചാനൽ ആക്റ്റീവ് ആയിരിക്കും ഗൈസ്. അപ്പോൾ വെച്ചാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഡാൻസിൻ്റെ മാരകമായ ഐറ്റം, ഒരു എക്സ്ട്രീം ലെവലാണ് ഗൈസ്. ലണ്ടൻ ബേ എന്നുള്ള പേജിലാണ് ഇട്ടേക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ വായിച്ചാണ് ഗൈസ്. ഷട്ടി ഗയ്യ, നീ തീർന്നടാ, നീ തീർന്ന്. കമ്പനിയിൽ ഒരു നാണവുമില്ലാത്ത ഒരേ ഒരു മുതൽ. അപ്പോൾ അത് ഏത് മുതലാണ് നമുക്കൊന്ന് കണ്ടാലും. സംഭവം മനസ്സിലായി. വണ്ടിക്കകത്ത് പാട്ടിട്ടേക്കാണ്, എത്തിട്ട് അതിൽ കിടന്നുള്ള നിക്കറൂട്ട് പാഷൻ്റെ തലേ കൂടെ കുമ്പിടിയാണ് കേസ്. കുമ്പിടി ടൈപ്പ് സ്റ്റെപ്പ് ഗൈസ്. ലാസ്റ്റുള്ള ആ ഒരു നേർണം ആരും കാണാതെ പോകില്ല ഗൈസ്. ചുമ്മാതല്ല ഡിസ്ക്രിപ്ഷൻ വിട്ട കമ്പനിയിൽ ഒരു നാണവും ഇല്ലാത്ത ഒരേ ഒരു മുതൽ. നാണിച്ചിട്ട് എന്താ കാര്യം, ലൈക്കുകൾ കണ്ടു ഗൈസ്. അപ്പോൾ വെച്ചാൽ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഇപ്പം വൈറലാകുന്ന വേറൊരു സാധനം, മോതിരം കൊണ്ടിട്ടിട്ട് മേരി മീ മേരി മീ മേരി മീ. അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇൻസ്റ്റയിൽ എവിടെ തുറന്നാലും വെറൈറ്റിയാണ് കഴിച്ചു. മോതിരം കൊണ്ടിടുന്നു, വെറൈറ്റി വെറൈറ്റി വെറൈറ്റി. ഇന്നലെ അവിടുത്തെ പശുവിനെ കൊണ്ട് എൻ്റെ കാതിൽ മോതിരം ഇട്ടിട്ട് അവിടെ കിടന്ന് മേരി മേരി മീ മേരി മീ. അതിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്സിലായിട്ട് അങ്ങനത്തെ ഗൈസ്. എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഗൈസ്, മേരിമിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ വന്നത് ഇതായി. സോറി ഗൈസ്, ചതിച്ചു. ഇതാണ് ഗൈസ് വൈബ്. ഡ്രൈവർ വണ്ടി ഓട്ടിക്കുന്നു, മറ്റേ ക്യാബിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വൈബാണ് ഗൈസ്, വൈബ്. ഡാൻസ് അത് മസ്റ്റാ. ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെയൊക്കെ കഷ്ടപ്പെട്ടിരുന്നും ജോലി ചെയ്യുമ്പോൾ അകത്തുള്ള രാഫ ഈ 49 പേരുടെയും സന്തോഷത്തിൻ്റെ കാരണം അവരാണ് ഗൈസ്. നെക്സ്റ്റ് വെറൈറ്റി. അപ്പം നമ്മുടെ വണ്ടിക്ക് അകത്തുള്ളവർ മാത്രം ഡാൻസ് കളിച്ചാൽ മതി ഗൈസ്. നമുക്ക് വഴി കൂടെ പോകുന്നത് കളിക്കണ്ടേ, അവർക്ക് എന്ത് എൻജോയ്മെൻറ്റ് വേണ്ടേ. എനിക്ക് അറിഞ്ഞൊന്നും കൂടാ, വേണമെങ്കിൽ ചെയ്യാം. ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നിനും കിട്ടൂല ഗൈസ്. ആ അപ്പൂപ്പൻ ഇമോഷണൽ ആയിപ്പോയി ഗൈസ്. എന്തോ വണ്ടിക്കകത്ത് പാട്ട് ഇട്ടിരിക്കുന്നു, പുറത്തുകൂടെ പോയി. ആ അപ്പൂപ്പൻ്റെ ആ ഒരു മൈൻഡ്, പാവപ്പെട്ട ഒരു അപ്പൂപ്പനാണ്. പക്ഷേ ആ ഒരു ലൈഫിൽ ആ ഒരു ആഘോഷിക്കുന്നുണ്ട്. ആ അപ്പൂപ്പൻ വേറെ ലെവലാണ് ഗൈസ്. എത്ര ഉള്ളൂ.
പിന്നല്ല. ഒണ്ണസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 100K അടിച്ചിരിക്കുന്ന കേസ് ഒണ്ണസ്. അത് സുന്ദരന്മാരിൽ നിന്നുള്ള ഒരു ഫോട്ടോ എടുക്കുന്ന ചടങ്ങിൽ വീഡിയോ എടുക്കുന്നു. ടൂറിന്റെ ഒക്കെ ആനന്ദകരമായ നിമിഷം. നമ്മുടെ അനിലത്തിന്റെ പ്രജാപതിയുടെ യഥാർത്ഥ വോക്കലാണ് ഗൈസ്. വോക്കൽ കിങ് യാ മോനെ. അനിലം അല്ലെങ്കിൽ പവർ. ആ കൊച്ചു പിള്ളേരുടെ എക്സ്പ്രഷൻ പണ്ടേ കിടുവാണ് ഗൈസ്. സ്റ്റെപ്പ് കൊച്ചു പിള്ളേരാവട്ടെ വലിയവരാവട്ടെ സ്റ്റെപ്പ് മുഖ്യം ബിഗിലേ. അപ്പോൾ പിന്നെ വെറൈറ്റി അന്വേഷിച്ച് നടക്കുന്നവർക്ക് നമ്മുടെ കേരളത്തിലെ രാജാവായ ഉന്നസിന്റെ ബസ്സിന്റെ പുറത്തൊരു അതിഥി വന്നിരിക്കുന്നു ഗൈസ്. ആരായിരിക്കും അതിഥി? കയറി ഇരിക്കുന്ന ഇരിപ്പുണ്ടതൊന്നും മറ്റേ സിംഹാസനത്തിൽ രാജാവ് കയറിയിരിക്കുന്നത് പോലെ. രാജാവ് ഇരിക്കുന്നത് പോലെ അത്രേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഗൈസ്. കാലങ്ങൾക്ക് മുമ്പുള്ളതും കാലങ്ങൾക്ക് ഇപ്പുറമുള്ളതും. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. സോറി ഗൈസ്, എന്നെ എല്ലാവരും ചതിക്കുക. ട്രാൻസ്ഫോർമേഷൻ എന്ന് വിചാരിച്ചപ്പോൾ ഒരു കാലം മാത്രമേ ഉള്ളൂ ഞാൻ കളിക്കണം. എന്നാലേ എവർസ്റ്റ് ആറാൻ്റെ ബസ്സാകും. കുറേ കാലങ്ങൾ കൊണ്ട് വന്യപ്രാന്തന്മാർ മിസ് ചെയ്യുന്ന ഒരു ഐറ്റം എൻ്റെ കൊമ്പൻ്റെ കാളി. റൊമാൻറ്റിക് വീഡിയോ ആണ് ഗൈസ്. റൊമാൻറ്റിക് വരുന്നടാ. ആ ഒരു വരവേ എൻ്റെ പൊന്നോ. വരവെന്നും പൊളിയാണ് ഗൈസ്. കൊമ്പന്റെ വരവെന്ന് പറഞ്ഞാൽ അതൊരു അന്യായ വരവാണ്. ഇപ്പം നമ്മുടെ ബസ് ഡ്രൈവർമാർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ബസ് ഡ്രൈവർമാരൊക്കെ വേറെ മേടിച്ചില്ല ഐറ്റങ്ങളാണ് ഗൈസ്. MVD ഡ്രൈവറായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. MVD ഡ്രൈവറായതല്ല, വണ്ടി എന്തോ MVD ഓട്ടിക്കുന്ന അത്രേ ഉള്ളൂ. നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ വന്നതാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും സംഭവം അറിഞ്ഞൂടെ. ടെസ്റ്റ് ഡ്രൈവ് പോലെ ഇടാതെ പുള്ളിയുടെ വണ്ടിയാണ്. ഒന്നും അറിഞ്ഞൂടല്ല ക്വസ്റ്റ്. എന്തായാലും MVDയാണ് വണ്ടി ഓട്ടിക്കുന്നത്. അതും MVD വീരണ്ണ. വോക്കലിട്ടാൽ വിളി കിടന്ന് കാണിച്ചെടുക്കുക. അത് പ്രത്യേകിച്ച് വിശ്വസുന്ദരികളും സുന്ദരന്മാരും. ആ ഒരു മഞ്ഞ് കയറിയ ഹൈ റേഞ്ച് ആണെന്ന് തോന്നുന്നു ഗീസ്. മഞ്ഞ് ടൂറിസ്റ്റ് ബസ്സിൽ വോക്കല് വെളിയിൽ കിടന്നില്ല. ടഫ് സ്റ്റെപ്സ്. യാ മോനെ വേറെ ലെവൽ. ഈ തണുപ്പത്ത് ഇവന്മാർ എങ്ങനെയാണ് ഉടുപ്പില്ലാതെ നിൽക്കുന്നത്? എൻ്റെ പൊന്നോ, ഇത്രയും തണുപ്പ് ഷർട്ട് ഇടാതെ നിൽക്കും. 6 pack ഉള്ള എൻ്റെ അഹങ്കാരം ഗൈസ്. നെക്സ്റ്റ് വീഡിയോ. ഈ സെഡോണ് പറഞ്ഞത് അല്ലെങ്കിലും വൻ അഴകാണ്. സെഡോൺ എന്ന് പറയുമ്പോ അപ്പൊ മൊച്ചന്മാരെ നെക്സ്റ്റ് നമ്മുടെ വെറൈറ്റി ഡാൻസിൽ ഡാൻസിനെ കാണിച്ചു തരാം. അപ്പൂപ്പന്മാരുടെ ഡാൻസ്. വിളിക്കണം വണ്ടിയുടെ വിളിക്കണമെന്നുള്ള അപ്പൂപ്പന്മാരുടെ ഡാൻസ്. അത്താണ് അതൊക്കെ വൈബാണ് ഗൈസ്. ചെറിയ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് കിടന്ന് സെഡ് അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടുപിടിക്കണം. അവരുടെ ജീവിതത്തിൽ ടൂറിസ്റ്റ് ബസ്സൊക്കെ പോകുമ്പോൾ അവർ എൻജോയ് ചെയ്യാൻ എന്ത് പറ്റും അപ്പം എൻജോയ് ചെയ്യുക. കിട്ടുന്ന അവസരമൊക്കെ മുതലാക്കുക. അതൊക്കെ അത്ര ഉള്ളു ഗൈസ്. അതൊക്കെയാണ് അപ്പൂപ്പന്മാർ വിളിക്കാനുള്ള ഡാൻസും. ഇവരുടെയൊക്കെ നല്ല കാലത്ത് ഒരുപാട് പഠിച്ച് കാണും. അപ്പോൾ ഞാൻ പറയാം
എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരത്തിൽ കിട്ടുന്ന സമയത്ത് അപ്പം നമ്മൾ ഓടി കടന്നു പോകുമ്പോൾ ബോക്സൊക്കെ വെച്ച് അവിടെ പാട്ടിട്ട് ഡാൻസ് കളിച്ചു, വണ്ടി പോകുമ്പോൾ പാട്ടിട്ടിങ്ങനെ ഡാൻസ് കളിയും വെച്ചാൽ സന്തോഷിക്കാൻ പറ്റുമ്പോൾ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മച്ചാൻ വരുന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മച്ചാൻ വരെ അപ്പോൾ മച്ചാൻ പറയാം, നമ്മുടെ ചാനൽ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. സെറ്റ് ലൈഫ് കുഴപ്പമില്ല, എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടല്ലോ. അതുപോലെ മച്ചാൻ പറഞ്ഞ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗെയിമിംഗ് ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്യാണ്. വീഡിയോസ് ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്നാൽ പെട്ടെന്ന് ഓടാനും തന്നെ ഗെയിമിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക, ഒന്നും അറിഞ്ഞൂടെ, ഇപ്പം പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ മച്ചാൻ പറയാം, എൻ്റെ വീഡിയോസൊക്കെ അതിൽ ഇടുന്നതാണ്. അപ്പോൾ മച്ചാൻ പറയുന്ന ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെച്ചാൽ റിയാക്ഷൻ്റെയോ വ്ളോഗിൻ്റെയോ എന്തായാലും കിടിലൊരു കണ്ടൻറ്റായിട്ട് ഉടനെ തന്നെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ മച്ചാന്മാരെ, സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.